എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലിയിൽ പുരോഹിതരുടെ എണ്ണത്തിൽ കുറവ് 30 വർഷത്തിനിടെ 6200 പേരുടെ കുറവാണ്. ഈ കണക്ക് രൂപത വൈദികരുടെ എണ്ണത്തിലാണ്. 2013 436 പുതിയ വൈദികർ ഉണ്ടായിരുന്നു. എന്നാൽ 10 വർഷത്തിന് ശേഷം ഈ എണ്ണത്തിൽ 113 പേര് കുറഞ്ഞിരിക്കുകയാണ്. 2023 പുതിയ വൈദികർ 323 ആയിരുന്നു. 2018 മുതൽ ഈ സംഖ്യ എല്ലായ്പ്പോഴും 400-ൽ താഴെയാണ്. 2024 ആദ്യ 6 മാസത്തിൽ വെറും 121 പേര് മാത്രമാണ് ഇതിനോടകം പട്ടം സ്വീകരിച്ചിരിക്കുന്നത്. ഇറ്റലിയിൽ 38,000 രൂപതാ വൈദികരുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സഭകളിൽപ്പെട്ട റിലീജിയസ് ആയിട്ടുള്ളവരെ ഇക്കാര്യത്തിൽ ഇവരുടെ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. 30 വർഷത്തിന് ശേഷം 2020 അവരുടെ എണ്ണം 31,500 കുറഞ്ഞിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലൂടെ വൈദിക സംഘം ഏകദേശം 16% കുറഞ്ഞു. അതേസമയം വിദേശ പുരോഹിതരുടെ എണ്ണം വർദ്ധിച്ച് 204-ൽ നിന്ന് 2,600 ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യ സമ്മർദ്ദത്തിൽപ്പെട്ട് സഭ പല മാറ്റങ്ങൾക്കും വിധേയമായി തീരേണ്ടിയിരിക്കുന്നു എന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവരുടെ എണ്ണത്തിലുള്ള കുറവാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, നോർത്ത് കൊറിയയെ കുറിച്ച് പലപ്പോഴും അവിടുത്തെ ഭരണാധികാരി ഏകാധിപതിയാണ്. അദ്ദേഹം പല വാർത്തകളിലും മുൻപ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹിരാകാശ പറക്കലിൻ്റെ വെമ്പൽ കൊള്ളുന്ന ഈ സമയത്ത് അദ്ദേഹം തൻ്റെ വാർത്തകൾ പലപ്പോഴും നമുക്ക് പത്രങ്ങളിൽ കാണാം, അതുപോലെ തന്നെ വീഡിയോകളിൽ കാണാം, ന്യൂസിൽ കാണാം. വാർത്തകൾ ഉണ്ടാക്കാൻ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ കൊറിയ വെമ്പൽ പറക്കലിൻ്റെ ആദ്യഘട്ടത്തിലെ ആകാശത്തുണ്ടായ പൊട്ടിത്തെറി കാരണം ബഹിരാകാശ റോക്കറ്റിൻ്റെ വിക്ഷേപണം പരാജയപ്പെട്ടതായിട്ട് ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമാണ് ബഹിരാകാശ ഗവേഷണത്തിൽ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻമാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അമേരിക്കയും മറ്റുള്ള സഖ്യ രാഷ്ട്രങ്ങളും രാജ്യം വിട്ടതിന് ശേഷം അവിടെ താലിബാനാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഇതിനെ ഒരു റഷ്യയുടെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ്, അവരുടെ പട്ടികയിൽപ്പെട്ടാണ് ഇന്നും അവരെ കാണുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ നടന്ന റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലവ്റോവ് പറഞ്ഞിരിക്കുകയാണ്, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഈ താലിബാൻ സംഘടനയെ തീവ്രവാദ സംഘടനയുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇത് എത്രമാത്രം അംഗീകരിക്കാവുന്ന ഒരു വാർത്തയാണെന്ന് അതിനെക്കുറിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും. അതോടൊപ്പം തന്നെ അമേരിക്കയും താലിബാനെ തീർച്ചയായിട്ടും ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഉൾപ്പെടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ശ്വാസം മുട്ടിക്കാത്ത കൊടും ചൂടിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി 12 ദിവസം ചൂട് തരംഗങ്ങൾ അനുഭവപ്പെട്ടു. താപനില 50 ഡിഗ്രി വരെ എത്തിയിരിക്കുന്നു. ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ പോലെ ന്യൂഡൽഹിയിലും കഴിഞ്ഞ 7 ദിവസമായി 45 മുതൽ 47 ഡിഗ്രി വരെയാണ് താപനില. കാലാവസ്ഥയിലുള്ള ഈ മാറ്റങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. പാപ്പുവ ന്യൂഗിനിയയിലെ മിക്കവാറും അപ്രാപ്യമായ ഒരു പ്രദേശത്ത്, അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് വ്യാഴാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിൽ രാത്രിയിൽ ഒരു മലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ മണ്ണിടിച്ചിൽ, അതായത് ഉരുൾപൊട്ടലിൽ ഏകദേശം 2000-ലധികം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. മണ്ണിനടിയിൽ 2000-ലധികം ആളുകളെ ജീവനോട് കുഴിച്ചു മൂടിയ ഗുരുതരമായിട്ടുള്ള ഈ നാശം വരുത്തുകയും ചെയ്തിട്ടുള്ളത് രാജ്യത്തിൻ്റെ ദേശീയ ദുരന്തമായിട്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക ശിശു ദിനത്തോടനുബന്ധിച്ച് സെൻറ്റ് പീറ്റേഴ്സ് കുർബാനയിൽ പ്രധാനമന്ത്രി ജോർജ മെലോണിയും റോം മേയർ റോബർട്ടോ ഗുർത്തിയേരിയും ആഘോഷത്തിൽ പങ്കെടുത്തു. കുർബാനയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഹ്രസ്വമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രിക്ക് അനുവദിച്ചു. സ്ക്വയറിലെ റോബർട്ടോ ബെനീഞ്ഞിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ യഥാർത്ഥമായിട്ട് ആരംഭിക്കുക, നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലേക്ക് എടുത്ത് അതിനെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് തന്നെ ശ്രമിക്കണം. ഒരു മികച്ച ലോകത്തെ നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് ഞങ്ങളുടെ ഈ ജനറേഷന് ശ്രമിച്ചിട്ട് അതിന് നടന്നിട്ടില്ല. ലോകത്തെ കൂടുതൽ മനോഹരമാക്കുക. ലോകത്തിനത് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ലോകം വളരെ മനോഹരമായി തീരുമെന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ പറഞ്ഞു. എന്നാൽ റോബർട്ടോ ബെനീഞ്ഞയുടെ അദ്ദേഹം ഒരു ഓസ്കാർ വിന്നറാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ സന്ദർശനത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. അതായത് പരിശുദ്ധ പിതാവിന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മതിയായിട്ടുള്ള ആളുകളില്ലാത്തത് കൊണ്ടാണോ ഇതുപോലെയുള്ളൊരു കൊമേഡിയനെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹം വായി തോന്നുന്ന തമാശകൾ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വിമർശിച്ച ഒത്തിരി പത്രങ്ങളും മാധ്യമങ്ങളുമുണ്ട്. ഇതെല്ലാം ശിശുജനത്തിൽ നടത്തിയത് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടെന്നാണ് വത്തിക്കാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Tutte le persone importanti che sono qua, saluto il sindaco di Roma Gualtieri, il signor Presidente del Consiglio Giorgia Meloni e saluto, insomma vabbè, quelli importanti li ho salutati tutti, no? Non manca nessuno, vero? C'è qualcun altro da salutare di importante qua in questa piazza? Ma è una cosa fin da piccolo veramente, quasi quasi deve essere un'emozione, quasi quasi santità, alle prossime elezioni mi presento anch'io, guarda, veramente. Quando ci sono le prossime elezioni? No, non dopo di lei, insieme a lei ci mettiamo insieme, facciamo, come si dice, facciamo il campo largo, Guardi, mettiamo sulla scheda Jorge Mario Bergoglio, detto Francesco. Vinciamo subito, è una bella idea, no? Una bellissima idea. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡ്. ഞാൻ ജോസ് ഫിലിപ്പ് സൈനിങ് ഔട്ട്. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.